ആ വിരാട് രുചികളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്. കൂടെ ഈ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പങ്കാളി രാധിക. പങ്കാളി, ഇന്നെന്താ പരിപാടി? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് CDF. ഓ, BDF കേട്ടിട്ടുണ്ട്. CDF ചിക്കൻ ഡീപ് ഫ്രൈ. ഓ, വെരി ഗുഡ്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ സ്ലൈസ് ചെയ്ത് നീളത്തിൽ സ്ലൈസ് ചെയ്ത് എടുത്ത് വൃത്തിയായി കഴുകി എടുത്ത് വെച്ചു. മാരിനേറ്റ് ചെയ്യണ്ടേ? ആദ്യത്തെ ഒരു മാരിനേഷൻ ഒരു 15 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു 1 മണിക്കൂറത്തേക്ക് മാരിനേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യത്തെ മാരിനേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്കിപ്പം ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നിറത്തിന് വേണ്ടിയാണ്. ഇനി എരിവിന് വേണ്ടി സാധാരണ മുളക് പൊടി. നേരത്തെ നമ്മൾ ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്, ഇത് ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്, ഫെനൽ പൗഡർ. അത് 1/2 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരില്ലെങ്കിൽ വിനീഗർ ആയാലും മതി. ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ട് ഇത് തിരുമ്മി പിടിപ്പിക്കാം. ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആദ്യത്തെ മാരിനേഷനാണിത്. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് മാരിനേഷനുള്ള സമയമായി. ഇനി അതിന് വേണ്ട സാധനങ്ങൾ: 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നല്ല ക്രിസ്പിനെസ്സിനായിട്ട് അരിപ്പൊടിയാണ്, റൈസ് പൗഡർ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് മുട്ട വെള്ളയാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഇനി നല്ല ക്രിസ്പി ആവാനായിട്ട് 1 നുള്ള് ബേക്കിംഗ് പൗഡർ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുക. അതിനൊരു ഡിപ്പുണ്ട്, അത് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഇന്നൊരു മയോണീസാണ് ഉണ്ടാക്കുന്നത്. ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാത്ത ഒരു മയോണീസ്. അതിന് വേണ്ട ചേരുവകൾ നമുക്ക് നോക്കാം. ഒരു 10 കശുവണ്ടി കുതിർത്ത് വെച്ചതാണ്. ഇനി കുതിർക്കാൻ സമയമില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചൊരു 15 മിനിറ്റ് വെച്ചാലും മതി. അതിൻ്റെ കൂടെ പനീറാണ്, 4 കഷ്ണം പനീർ കഷ്ണങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 4 ക്യൂബ്. ഇച്ചിരി കൊഴുപ്പിനാണ് നമ്മൾ പനീർ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ഇത് ചില്ലി ഗാർലിക് മയോണീസാണ്. അതുകൊണ്ട് തന്നെ 4 കഷ്ണം ഗാർലിക്ക്. ഇനി നമ്മുടെ സ്റ്റാർ ക്രഷ്ഡ് ചില്ലി, അതൊരു 1 ടീസ്പൂൺ. പിന്നെ ഒരു 4-5 പെപ്പർ, അതായത് ഈ കുരുമുളക്. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത്രേ ഉള്ളൂ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മളിന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഞാൻ. ഓക്കെ. കൂടെ 1 ടീസ്പൂൺ വിനീഗർ. ആപ്പിൾ സൈഡർ വിനീഗർ വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. വൈറ്റ് വിനീഗർ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇടാമെന്നുണ്ടായിരുന്നു. നല്ല ക്രീമി ചില്ലി ഗാർലിക് മയോണീസ്. ഇതിനകത്ത് നമ്മൾ മുട്ടയും ഇല്ല, ഓയിലും ഒഴിച്ചിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു മയോണീസ്. ഇത് നമുക്ക് ഡിപ്പായിട്ട് ഉപയോഗിക്കാം. ഓരോന്ന് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കൂട്ടി പിടിക്കാതെ സിംഗിളായിട്ട് തന്നെ ഇടുക. 2-3 ബാച്ചായിട്ട് പൊരിച്ചെടുക്കുക. ഒന്നിച്ച് പൊരിച്ചെടുക്കണ്ട, കട്ടി പിടിക്കാതെ പൊരിച്ചെടുക്കുക. നീളത്തിലിട്ട് പൊരിച്ചെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ഒഴിക്കുക. തിളച്ച് കഴിയുമ്പോൾ അതിന് ഒരു മീഡിയത്തിലേക്ക് ഇട്ടിട്ട് വേണം ഇനി ആദ്യത്തെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഇത് ഡബിൾ ഫ്രൈയിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് മൊരിഞ്ഞാൽ മതി. നമുക്കിത് ഒന്നുകൂടെ പൊരിക്കാനുള്ളതാണ്. ഇതൊരു ലൈറ്റ്
ഫ്രൈ മതി. അതായത് നമുക്ക് അകം പുറം കരിഞ്ഞ് പോക. ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുക്കാൻ സമയമായി. നമ്മുടെ ആദ്യത്തെ ഫ്രൈ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ആറിയിട്ടായിരിക്കും നമ്മൾ രണ്ടാമത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് തണുത്തിട്ട് വേണം. അപ്പോഴാണ് ഇത് മൊരിഞ്ഞ് വരിക. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ. നമ്മൾ രണ്ടാമത് വീണ്ടും ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ ചിക്കൻ വറുത്ത് വെച്ചിട്ട് ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ്. ഇനി നല്ല ചൂടാവട്ടെ എണ്ണ. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നല്ല ചൂട് തന്നെ ആയിരിക്കണം എണ്ണ. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങള് ഫസ്റ്റ് റൗണ്ട് വറുത്ത് വെച്ചത് ഇട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. തീ കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് നല്ല ഫ്ലെയിമില് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. 1-2 മിനിറ്റ് മതിയാവും. നല്ല ഒരു ഗോൾഡൻ അല്ല, കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ ആയിക്കോട്ടെ അല്ലേ. നല്ല കളർ വന്നോട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആവാനും മൊരിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. നോക്കൂ. നമ്മുടെ അടുത്ത ബാച്ച് ഡീപ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എടുക്കാനുള്ള സമയമായി. നോക്കൂ. അത് നമുക്ക് എടുക്കാം. വറുത്ത് കോരി എടുക്കാം. നന്നായിട്ട് ഡീപ് ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കേ, ഗാർണിഷ് ചെയ്യണം അല്ലേ. ഗാർണിഷ് ചെയ്യണ്ട. അതിന് ഗാർണിഷ് ചെയ്യാനുള്ള 2 തണ്ട് കറിവേപ്പില നമുക്കൊന്നിട്ട് ഇച്ചിരി മാറി നിൽക്കണം. കറിവേപ്പില, അതുപോലെ തന്നെ അറ്റം വളർന്ന 2 മുളക്. നമുക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിത്തെറിക്കാൻ പൊട്ടിത്തെറിക്കാതെ ഒരു അകലം പാലിച്ച്. നമ്മുടെ ഗാർണിഷ് ഇപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലായി. ഹോട്ടൽ സ്റ്റൈല് CDF റെഡി ആയി കഴിഞ്ഞു. ഇത് ഇത്രയും മതി. ഒരു 1 മിനിറ്റോളം മതി. അതിലത് ഫുൾ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഒന്ന് പൊള്ളിയ എടുത്താൽ മതി. ഒരു കളർ, പച്ച കളറൊക്കെ നിന്നോട്ടെ. നമ്മുടെ ക്രിസ്പി നോക്കുക. ശബ്ദം കടകടാന്നിരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ചിക്കൻ ഡീപ് ഫ്രൈ CDF. നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്തെടുത്ത പച്ചമുളകും കറിവേപ്പിലയൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് ഒന്ന് ഭംഗിയാക്കുക. ഒണിയൻ റിങ്സും ഒക്കെ വെച്ച് അങ്ങനെ ചിക്കൻ ഡീപ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ മറ്റേ ഡിപ്പ് നമ്മൾ ഉണ്ടാക്കിയതോ? അതിന്റെ ഡിപ്പ് ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചില്ലി ഗാർലിക് മയണീസ് ഡിപ്പും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ നോക്കാം. അതിന്റെ ശബ്ദം നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരിഞ്ഞു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഡിപ്പും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. രുചികളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.